Amritwani Lightspeed Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, Yes, Maru. നമുക്കൊരു unplugged കേൾക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ അത് മിസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് അല്ലേ നമുക്ക് മോളെ അൺപ്ലഗ്ഡ് ആംബിയൻസ് വേറെ തന്നെയാ. കൂൾ ആംബിയൻസ്. അപ്പൊ നമുക്ക് വിളിക്കാം. വെൽക്കം അശ്വതി. നിലാ പൊങ്കലായേലോ പാടടി നീ ഓ മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും മാറ് കിളിപ്പാട്ട് തേനായി തുളിക്കുമീ നാട്ടിൽ കരിക്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും ഓ നിലാ പൊങ്കലായേലോ പാടടി നീ ഓ കുളമ്പൊച്ചമൂളും തുടിത്താളമോടെ നടക്കെന്റെ കാടേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറും നാട് തണുപ്പോലുമാ നാട്ടിൽ നിങ്ങളും വായോ ഓ നിലാ പൊങ്കലായേലോ പാടടി നീ ഓ അച്ചു ചേച്ചി സൂപ്പർ ആയിരുന്നു. അച്ചു അടിപൊളിയായിട്ട് പാടി. നല്ല സെലക്ഷൻ, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു അല്ലേ ജഡ്ജസ്? പിന്നെ ഉറപ്പായിട്ടും സൂപ്പർ ആയിരുന്നു. തീർന്നു പോയല്ലോ എന്നോർത്തപ്പോ സങ്കടമായി. ആ പാട്ട് അത്രേ ഉള്ളൂ ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ഷാനിക്ക. അച്ചു സാർ. വൻ മൂഡായിരുന്നു അച്ചു. കാരണം ഒരു നമ്മുടെ മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് സിനിമ അതെ, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയും. അതിന്റെ ഓപ്പണിംഗ് സോങ്
അതായത് ആ പ്രഭാതം അതെ. അതൊക്കെ ഇവിടെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് അച്ചു. അത് അയ്യോ എന്തായിരുന്നു അച്ചു. അച്ചു കലക്കി അച്ചു എന്ന് പറയാം. ഇതില് ഞാൻ പേഴ്സണലി ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോകുന്നില്ല, കാരണം എനിക്ക് ആ ഒരു മൂഡ് ഭയങ്കരമായിട്ട് കിട്ടി. വന്നായിരുന്നു അച്ചു. ആരൊക്കെയാണ് മോളെ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് സാറാണ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. പാടിയിരിക്കുന്നത് മാൽഗുഡി ശുഭ മാം ആണ്. മൂവി തേന്മാവിൻ കൊമ്പത്ത്. ഇങ്ങനെയായിരുന്നു ശരിക്കും ശബ്ദം. സംസാരിക്കുമ്പോൾ നമുക്ക് ആ കരകരപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് അവള് എന്തൊക്കെ ചെയ്താലും ഇവിടെ വന്ന് പാടാൻ തുടങ്ങിയ മോളെ ഒന്ന് നമ്മളെല്ലാവരും പിടിച്ചിരുത്തുന്നത് മോളുടെ ഒരു ടോൺ ഭീകരമാണ് മോളെ. അതിന് ഹാറ്റ്സ് ഓഫ്. അത് ഈ കരകരപ്പുണ്ട്, അത് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പാടുമ്പോൾ എന്താണെന്ന് അറിയില്ല, ആ പാട്ടിനകത്താണ് മോള്. നമ്മളും കൂടെ കൊണ്ടുപോയിട്ട് ആ പാട്ടിനകത്തേക്ക് ഇരുത്തുന്നുണ്ട്. ഞാൻ ആക്ച്വലി കണ്ടു ആ തേന്മാവിൻ കൊമ്പത്തിന്റെ ആ ഓപ്പണിംഗ് വിഷ്വൽസ് കംപ്ലീറ്റ് ഞാൻ കണ്ടു. അടിപൊളിയായിരുന്നു മോളെ. ഉണ്ട് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കുഞ്ഞ്, അത് ഈ കരകരപ്പ് കൊണ്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, പക്ഷെ ഫീൽ അന്യായമായിരുന്നു. ഞാൻ എന്തായാലും മാർക്ക് ചെയ്തു. അധികം സംസാരിക്കണ്ട. ശരത് സർ ഒന്നും ചെയ്യാൻ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. എന്റെ തൊണ്ടയടപ്പും കിണ്ടയടപ്പൊക്കെ നമുക്ക് അത് പറഞ്ഞാലല്ലാണ്ട് അറിയത്തില്ല. ശ്വാസം കട്ടായി പോയത് മാത്രമേ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല. ആ മുകളിൽ പാടുന്ന ഒരു നോട്ട് അത് ആർക്ക് വേണം, അത് പൊക്കോട്ടെ. അത് നമുക്ക് ഞാൻ ലിസ്റ്റിലേക്ക് എടുക്കുക. ഞാൻ ആ സമയത്ത് കണ്ണടച്ച് കണ്ണും ചെവി അടച്ചു. അതൊരു ചെറിയത്, അത് ഒന്ന് തള്ളിയാൽ അത് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ശബ്ദം ഇപ്പൊ സംസാരിക്കുമ്പോ കൊമ്പത്ത് എന്ന് പറയുന്ന ഒരാളാണോ അത് പാടിയെന്ന് അത്ഭുതമാണ്. അത്രയ്ക്കൊരു വ്യത്യാസം, അജഗജാന്തരമാണ് ആ വ്യത്യാസം. വലിയ കാര്യമാണ്. അപ്പൊ ഒരു ദൈവാനുഗ്രഹം ഉണ്ട്, അത്രേ ഉള്ളു അച്ചു. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ് സംഗീതം. ആ അനുഗ്രഹം ഉള്ളപ്പോൾ പടച്ച തമ്പുരാൻ നോക്കിക്കൊള്ളും. അങ്ങ് വിട്ടിട്ടിരിക്കുക. ഇപ്പം എന്ത് രസമായിട്ട് പാടിയ അച്ചു പാടിയ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. അതേ ഉള്ളു പറയാൻ. അതൊരു നല്ല രസമുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു പാട്ട് ഒരു എന്താ പറയണ്ട, ഈ ഒരു ബാൻഡ് സെറ്റപ്പിൽ കേൾക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളായിരുന്നു. അത് ഓർക്കസ്ട്ര മനോഹരമായിട്ട് അതിന് ബാക്ക് ചെയ്ത് തന്നു. അത് അവരുടെ ബാക്കിങ് വണ്ടർഫുൾ ആയിരുന്നു. എല്ലാം കൊണ്ട് നല്ല നല്ല രസമായിരുന്നു അച്ചു. അച്ചുവിന്റെ തൊണ്ടയടപ്പ് മാറട്ടെ. കോറസും ഒറ്റയ്ക്ക് പാടി അല്ലേ? അത് നല്ലതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അവസാനം നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് അത് നിർത്തിയതൊക്കെ നല്ല സുഖമായിരുന്നു. അത് ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു നോട്ടിൽ കൊണ്ട് നിർത്തി അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നൈസ്, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടമായി അച്ചു. ചേച്ചി അച്ചു നന്നായി പാടി. അവിടെ ഇരുന്ന് ആസ്വദിച്ച് റിലാക്സ് ആയിട്ട് പാടി. എനിക്ക് തോന്നുന്നു അച്ചുവിൻ്റെ ഒരു വോയിസ് ടോണിന് പറ്റിയൊരു പാട്ട് കൂടിയായിരുന്നു ഈ ഒരു പാട്ട്. എന്തുകൊണ്ടും ഈ ചില സമയത്ത് പറയല്ലോ, ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ഈ വോയിസിന് ഇങ്ങനൊരു അടപ്പ് വന്നതും കോൾഡ് വന്നതും ശരിക്കും മോളെ അത് സഹായിച്ചു ഈ ഒരു പാട്ട് പാടാൻ. നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ട് തീർന്നത് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് നല്ല നമ്മൾ ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് അത് തീർന്നു പോയി. ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. പിന്നെ ഈ അൺപ്ലഗ്ഡ് സെഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ അൺപ്ലഗ്ഡ് ആയിരുന്നു ഈ ഒരു നിലാപ്പൊങ്കൽ. ഞാൻ പല വേർഷൻസും കേട്ടിട്ടുണ്ട്, പല വ്യത്യസ്തമായ സ്റ്റൈൽസിൽ ഓരോരുത്തർ പാടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അറേഞ്ച്മെന്റ് ഉഗ്രനായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയൊരു കയ്യടി. എനിക്കിത് കേട്ടപ്പോൾ ഞാനൊരു ഓർമ്മയിലേക്കാണ് പോയത്. അതിൻ്റെ ഒരു 2 ലൈൻസ് ഞാൻ പാടാം. സെയിം സ്കെയില് എൻ്റെ ഗുരുജി പഠിപ്പിച്ച് തന്ന ഒരു രാജസ്ഥാനി ഒരു ഫോക്ക് ഉണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസരിയാ ബാലം ആനി പധാരോ മാരെ ദേശ രെ കേസരിയാ ബാലം ആനി പധാരോ മാരെ ദേശ
पधारो नि मारे ഒരു ഫോക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. പെട്ടെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് അതാണ് അതിന്റെ ഒരു ഓർമ്മയിലേക്ക് ഇതൊക്കെ പോയത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഒരുപാട് അച്ചു? കേസരിയ കേട്ടിട്ടില്ലേ? കേക്കണ്ടേ? എടാ, ഇത് കേസരിയ ബാലം ഒരു എത്ര പഴയ രാജസ്ഥാനി famous ആണ്. ഫോക്കാണ്. ഭയങ്കര famous ഇതുപോലെ ആണ്. ഇത് ഒരുപാട് വേർഷൻസ് ഉണ്ട് ഇതിന്റെ. ഇതുപോലെ നിറയെ ഫോക്ക് സ്റ്റൈൽസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. പല പല സ്റ്റേറ്റ്സിന്റെ ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ നാടൻ പാട്ട് പോലെ തന്നെ പല പല സ്റ്റേറ്റ്സിൻ്റെയും ഓരോ ടൈപ്പ് ഓഫ് സിംഗിങ് ഉണ്ട്. അത് ശരിക്കും നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അത് പഠിക്കാനുള്ളൊരു ശ്രമം കൂടി നടത്തുക. അത് രസമാണ് ശരിക്കും. ദിസ് ഇസ് ഓൾ മ്യൂസിക്. ഇതിന് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല. മ്യൂസിക് ഇഷ്ടപ്പെടുക, മ്യൂസിക് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുക. ശരിക്കും മോളിത് പാടിയപ്പോൾ ആ ഒരു ഫോക്ക് സ്റ്റൈലും അൺപ്ലഗ്ഡും ഒക്കെ കേട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റൂട്ടിലേക്ക് ഇങ്ങനെ പോയി. എന്തായാലും മോളെ ഓൾ ദി ബെസ്റ്റ്. ശബ്ദം എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. അച്ചു, സർ. ശുഭ എനിക്കൊരു പാട്ട് പാടാമെന്ന്. നമ്മുടെ രുദ്രാക്ഷം എന്നുള്ള ഫിലിമിലില്ലായിരുന്നു, ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അതെടുത്ത് കളഞ്ഞ്. എന്തിനാ കളഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഷാജി കൈലാസിൻ്റെ അടുത്ത് വേണം ചോദിക്കാൻ. അപ്പം ഞാൻ ശുഭ അടുത്ത് പറഞ്ഞു, ശുഭ അത് ആ പ്രൊണൗൺസിയേഷൻ ശരിയല്ല ശുഭ, അത് കറക്റ്റ് ചെയ്ത് അപ്പടിയാ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് നല്ല രസമായിട്ട് പാടുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴേ മൈക്കിൻ്റെ മുമ്പിലുണ്ട് ശുഭ പാടുക, മുടി പിന്നിക്കൊണ്ട്. എൻ്റെ പാട്ട് അവർ തലമുടി പിന്നുന്ന അതിനിടെ കൂടെ പാടുന്നു. ബ്യൂട്ടിഫുൾ. അതാ ടേക്കാ കൊണ്ടത്. അവരത്ര കൂളാണ്. മുടി പിന്നിക്കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി, പാട്ട് തീർന്നു. അപ്പം ശുഭയുടെ പേര് നല്ല ഒരു സോളാണ് ശുഭ. അത് പറയാതിരിക്കാൻ എപ്പം കണ്ടാലും ആ സന്തോഷവും സ്നേഹവും. നമ്മൾ ജോക്ക് പറഞ്ഞാലോ ഓ ഓ ഓ ശരത് ഓ എന്നൊക്കെ, പക്ഷെ നല്ല രസമായിട്ട് പാടും. അത് നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ചുണ്ട് ശുഭയ്ക്ക്. അതിൻ്റെ അപ്പുറത്തിട്ട് പിടിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടി സെറ്റപ്പ് ആയി കൊടുക്കണം. അപ്പോൾ അസാധ്യമായിട്ട് പാടും. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. പിന്നെ നല്ല ഒരു മനുഷ്യ സ്ത്രീയാണ്. ഇപ്പം ശുഭയ്ക്ക് വേണ്ടിയും കൂടെ മാർക്ക് 9.4 മാർക്ക്. താങ്ക് യു സർ. സാർന്ന് പറയാൻ കാറ്റൊന്നും ഇല്ല. അതെ, താങ്ക് യു. ചേച്ചി. അച്ചുസേ മോളെ അസലായിട്ട് പാടി. 9.4 മാർക്ക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. അച്ചു സർ. ഒട്ടും കുറയ്ക്കുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ടോട്ടൽ 18.8. സൂപ്പർ. ഫസ്റ്റ് ഒക്കെ എടുക്ക്. ഓക്കെ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. Superstar.